ഹലോ ഗായ്സ്. അപ്പോഴേ എല്ലാവരും വീട്ടിൽ വിഷു ആഘോഷിക്കാൻ റെഡിയാകുമ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ചെറിയൊരു വിഷുക്കണി ഒരുക്കാമെന്ന് വിചാരിച്ച് വേഗം പോയൊരു ഗുരുവായൂരപ്പൻ്റെ രൂപം എടുത്ത് ഒരു കളർ പ്രിൻ്റ് എടുക്കാൻ വെച്ചു. പിന്നെ ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട്. അപ്പോൾ ബാക്കിലൊരു ഫ്രെയിമായിട്ട് ഞങ്ങളൊരു ഗുരുവായൂരപ്പനെ ഫോട്ടോ എടുത്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. അതെ, എന്ത് ശുഭാരംഭം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ചായയാണ് ഇവിടെ നിർബന്ധം. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ളൊരു പടക്കക്കട എന്ന് പറയാം, അവിടെ സൈഡിൽ ഇപ്പോൾ വിഷുവായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പൂവും വാങ്ങി, പൂവ് അങ്ങനെ മുഴമൊക്കെ നോക്കി. എല്ലാവരുടെയും റേറ്റ് കൂടുതലായിരുന്നു, എന്നാലും നോക്കി മുല്ലപ്പൂവിൻ്റെ മണത്തിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മണത്തൊക്കെ നോക്കി വില പേശി ഞങ്ങൾ 40 രൂപയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒപ്പിച്ച്. പിന്നെ പടക്കങ്ങൾ എന്നൊരു വീക്ക്നെസ് ആയതുകൊണ്ട് പടക്കമില്ലാണ്ട് എന്തായാലും വിഷു ഇല്ല. അപ്പോൾ പൂത്തിരി കുറേ വാങ്ങി. അതിനിടയിൽ നമ്മൾ ചാനൽ വിട്ടുപിടി. അതെ, സബ്സ്ക്രൈബ് അവിടെയുള്ള കൊച്ചിനെ കൊണ്ട് സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എങ്ങാനും പറഞ്ഞ് ഞങ്ങൾ വലിയ ആൾക്കാരായാലോ, അങ്ങനെ ചെയ്ത്. പിന്നെ പൂത്തിരിയും പടക്കമൊക്കെ അപ്പോഴാണ് അവൻ അറിയണത്, ഞങ്ങൾ പറഞ്ഞിട്ട് ഹായ് പറയടാന്ന് പറയുന്നുണ്ട്. അപ്പം അവൻ കാണുകയാണെങ്കിൽ എടാ നിന്ന് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നീ ഫേമസ് ആയിട്ടോ, നീ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നീ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചേച്ചിമാരെ നമുക്ക് വേണ്ടിയിട്ട് തുളസി. അപ്പോൾ ഞങ്ങൾ വിഗ്രഹത്തിലും തലയിലും വെക്കാന്ന് വിചാരിച്ചത് വാങ്ങി. നേരെ കണക്ക് കൂട്ടലുകളൊന്നും ശരിയാവുന്നില്ല. അതെ, എവിടേക്കോ ഒരു പാളിച്ച വാങ്ങിയത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വെക്കുന്ന വിഷുക്കണി. അപ്പോൾ അതെല്ലാം സംസാരിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് എത്തി, ബാഗ് വെച്ചു, അങ്ങനെ ഇറങ്ങി. അതെ, ഇനി പൂത്തിരി പടക്കമൊക്കെ ഒന്ന് പൊട്ടിക്കണം, കാരണം ഇന്നാ പെർമിഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഹോസ്റ്റൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പെർമിഷൻ ചോദിച്ച് കുറേയൊക്കെ ചീറ്റി പോയി കേട്ടോ. ലാഭം നോക്കി അയ്യോ ലാഭം നോക്കി പകുതി കാലം ചീറ്റലായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എല്ലാവരും വന്നു, കത്തിച്ചു. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു മൊമെൻറ്റ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൂത്തിരികളെല്ലാം കത്തിച്ച് എന്താണ് തലേ ദിവസം കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ, ഉള്ളതുകൊണ്ട് വിഷു പോലെ മാക്സിമം ഞങ്ങളത് എൻജോയ് ചെയ്ത്. അവിടെ എല്ലാവരും വന്നു. ലാസ്റ്റ് ഞങ്ങളുടെ പുകയും ഇവിടെയൊക്കെ ഇത് കഴിയുമ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൊട്ടിക്കൽ, പടക്കം പൊട്ടിക്കൽ. ഞങ്ങൾക്ക് പടക്കം അതാണ് ഞങ്ങളുടെ ചീറ്റിപ്പോയ മത്താപ്പൂ. അതെ, കുറേ കത്തിച്ച് ലാഭം നോക്കി വാങ്ങിയത്, ഒന്നും കത്തിയില്ല. അത് ലാസ്റ്റ് വരെ അത് കത്താണ്ട് ഞങ്ങളുടെ പൈസ മാത്രം നഷ്ടമായി. ആ ചേട്ടന്മാരെ കണ്ടെങ്കിൽ ഒന്ന് കാണണേ, ഞങ്ങളുടെ കാശ് പോയി. പിന്നെ ഞങ്ങൾ ഉള്ള ബംഗാളിലെ കൂത്താട്ടുള്ള ജില്ലയിലുള്ള പോലെയാണ് അല്ലിരുന്ന് കത്തിക്കണേ. കാരണം വേറെ ഒന്നും കത്തിയില്ല, ഞങ്ങൾക്ക് ആകെ മത്താപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളത് വെച്ച് കത്തിച്ച്. മത്താപ്പ് അല്ല, കമ്പിത്തിരി. നിങ്ങളുടെ അവിടെ എങ്ങനെയാ പറയാ? കമ്പിത്തിരി മത്താപ്പം തന്നെയല്ലേ, വേറെ ഒന്നും പറയില്ലല്ലോ. നമ്മുടെ ചീറ്റി പൈസ. അങ്ങനെ എല്ലാം കത്തിച്ച് ഞങ്ങൾ മാക്സിമം ഗ്രാൻഡാക്കാൻ നോക്കി വിഷു, കാരണം ഉള്ളതെല്ലാം ചീറ്റി പോയായിരുന്നു. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഞങ്ങളുടെ കമ്പിത്തിരിയിലല്ല, എല്ലാം ഇച്ചിരി കത്തും പിന്നെ കെടും, പിന്നെ ഇച്ചിരി കത്തും പിന്നെ ഇച്ചിരി കെടും, അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടില് അതെ പടക്കം പൊട്ടിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിഷു ഇച്ചിരി ഗ്രാൻഡായി പോയി, കാരണം നമുക്ക് നന്നായി കാണാൻ പറ്റിയായിരുന്നു. ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല, അവരെങ്കിലും വാങ്ങി ചൈനീസ് പടക്കം പൊട്ടിച്ചല്ലോ. വിഷുവിന്റെ കണി ഒരുക്കി നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മള്. അതെ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ഞങ്ങള്. അപ്പോൾ ഗൈസ്, നമ്മുടെ വിഷുവിടെ കണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ സമയം 11:55. പിന്നെ കിടക്കാം. ഇനി നാളെ രാവിലെ എല്ലാവരുടെയും കണി കാണിക്കാം. ഞാൻ വിളിച്ചെടുപ്പിക്കാം. അതെ, ഇവിടെ വിളിച്ചെടുപ്പിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും രാവിലെ കണി കാണാം. അപ്പോൾ നാളെ കാണാം. ബൈ. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചിരാതൊക്കെ കത്തിച്ചപ്പോൾ അതാ ഇങ്ങനെ ഒരു വ്യൂ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ഫസ്റ്റ് വിഷു ആയിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ. അങ്ങനെ ഫസ്റ്റ് വിഷുക്കണി അവളെല്ലാം കത്തിച്ച് അവൾ കണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരെയും വിളിക്കാൻ വന്നത്. ഹോസ്റ്റലിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് എല്ലാവരും പിന്നെ ഓരോ റൂമിലോട്ട് തന്നെ കിടന്നു. അപ്പോൾ പിന്നെ എളുപ്പമാവുമല്ലോ രാവിലെ കണിയാണെന്ന് വെച്ചിട്ട്. അങ്ങനെ അവൾ തന്നെ ഓരോരുത്തന്നെ ആയി കണി കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ഫസ്റ്റ് അനിലേനെ കാണിച്ചു, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അൽഫിയേനെയും അനിലേനെയാണ് ഫസ്റ്റ് കാണിച്ചത്.
അങ്ങനെ ഓരോരുത്തരുടെയും കൊണ്ട് കണി കാണിച്ചു. ഇതിപ്പോൾ അനു മുതൽ എല്ലാവരുടെയും വീഡിയോ ഉണ്ടാവുമായിരിക്കും. പിന്നെ അദീന അപ്പുറത്തെ റൂമിലല്ലേ, അദീനയുടെ വീഡിയോ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും കണി കാണിച്ചു. എല്ലാവരും ഹാപ്പി, ഭയങ്കര സർപ്രൈസായി. പിന്നെ കൈനീട്ടം തന്നായിരുന്നു. കൈനീട്ടം ഉണ്ടാവും തോന്നി വീഡിയോയിൽ. ഉണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു കൈനീട്ടം. അങ്ങനെ കൈനീട്ടും ദിയ എന്നെ കൊടുത്ത മൂത്ത കാർന്നവന്റെ സ്ഥാനത്ത് ദിയായിരുന്നു വിഷുവിന്. അതുകൊണ്ട് ദിയയുടെ വകയായിരുന്നു ഞാൻ കൊടുത്ത. ഞാൻ ഈ ചെറുപ്പക്കാരിയായ കൈനീട്ടം. ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല, ഭംഗി അങ്ങ് പോകുന്നു വിചാരിച്ച ലൈറ്റ് ഇട്ടില്ല. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമായിരിക്കും ഞങ്ങളെയൊക്കെ കാണുക. എല്ലാവരും പിന്നെ ഉറക്കപ്പിച്ചില്ല, നല്ല ഉറക്കപ്പിച്ചിലാണ് കണി. ഇത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകണ്ട. അതെ, ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. ഇത് എത്ര മണിക്ക്? രാവിലെ 5 മണിക്ക് കണി കാണിച്ചു. കാരണം അവർക്ക് എല്ലാവർക്കും 6 മണിക്ക് ഷിഫ്റ്റിന് കയറണമായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ ഒരു 5 o'clock ആകുമ്പോൾ എണീച്ച് കണി എല്ലാവരും കണ്ട് എല്ലാവർക്കും സന്തോഷമായി. കാരണം ഇതുവരെ ഞങ്ങൾ വെച്ചിട്ടില്ല ഹോസ്റ്റലിലൊരു കണി. എൻ്റെ പോലെ തന്നെ അൽഫിയക്കും ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ വീട് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്തായാലും ഇത് വെക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഇത് ലാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഈ വിഷു ഇവിടെ മേ ബി ഉണ്ടാവുക എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും ഇച്ചിരി ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ച് എല്ലാവരെയും വിളിച്ച് കണി കാണിപ്പിച്ച്. അതെ, വിഷു കണി സെറ്റാക്കി. എല്ലാവർക്കും ഇഷ്ടമായതാണ് കണി. ഒന്നാമത് ആ ദീപങ്ങളൊക്കെ വെച്ചപ്പോൾ ഒന്ന് ഒരു മൊത്തം ഒരു ഭംഗിയായി. ഒരു വിളക്കിന് വരെ ഞങ്ങൾ കുറേ ദീപം കത്തിച്ച്. പിന്നെ എല്ലാവരും പിന്നെ രാവിലെ എഴുന്നേറ്റു. അതെ, പിന്നെ എന്തായാലും വിഷുവല്ല ഒരു അമ്പലത്തിൽ പോക്ക്. അപ്പോൾ ഗൈസ് കണിയൊക്കെ കണ്ട് നമ്മളിപ്പോൾ കോട്ടയിലെ അമ്പലത്തിൽ വന്നിട്ടാണ്. അനില തൊഴുതിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വിഷുക്കണിയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിഷു വിശേഷങ്ങളും ഒന്ന് എല്ലാവരും കമൻസിൽ എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മൾ വീഡിയോ ഇടാൻ താമസിച്ചു പോയി. അടുത്ത വിഷു എന്നാലും ഞങ്ങളുടെ വിഷുക്കണി ഹോസ്റ്റലിൽ എങ്ങനെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.